എന്താണ് ഈ വരിവരിയായി മുഖത്ത് പുള്ളിയും ഡോട്ടൊക്കെ ഇട്ട് നിൽക്കണമെന്നല്ലേ? കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞങ്ങൾ ഇന്നൊരു കുഞ്ഞു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഫാദിക്കുട്ടി സച്ചൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലോങ് ഒന്നും അല്ല കേട്ടോ, അട്ടപ്പാടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞാക്കി ഞങ്ങളും അല്ല കേട്ടോ പോകുന്നത്, തറവാടത്തൂർ ഞങ്ങളുമാണ്, മുത്തച്ചിയും ഉമ്മയും കുട്ടികളും ഞങ്ങളും കൂടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ. ബോറാണെങ്കിൽ അത് പറയാം, നല്ലതാണെങ്കിൽ അതും പറയാം. അപ്പോൾ ഫാദിക്കുട്ടി ഇടുന്നത് ഇതാണ് കേട്ടോ. എപ്പോഴും ഫോട്ടോസിലും വീഡിയോസിലൊന്നും വരാത്ത അവന് ഇന്ന് അവന് ഫോട്ടോസ് എടുക്കുന്നു പറഞ്ഞ് നിന്നപ്പോൾ ജസ്റ്റ് ഒരു ചാൻസ് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വേഗം ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മാറ്റി നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അവർ വന്നു, ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയിൽ ചാടി കയറി. ഓരോ ട്രിപ്പും ഓരോ വൈബും ഓരോ ഫീലിംഗ്സ് ഒക്കെയാണ് കേട്ടോ. ഓരോരുത്തരുടെ കൂടെ പോകുമ്പോഴും പല ടൈപ്പ് രസങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇവരുടെ കൂടെ പോകുകയാണെങ്കിൽ വേറൊരു രസം, കുഞ്ഞാക്കാൻ്റെ കൂടെ പോകുകയാണെങ്കിൽ വേറൊരു രസം, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ ഇതിലും വലിയ രസമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ. അതായത് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാം കേട്ടോ. കുട്ടികൾ ഹസ്ബൻഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് ആസ്വദിച്ച് പോകാമല്ലോ. ഇപ്പോൾ മക്കളും കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാൻ ഇഷ്ടം, കാരണം എനിക്കൊത്ത വൈബുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് മടുപ്പ് വരും. അട്ടപ്പാടിക്ക് എത്താനാവുമ്പോഴുള്ള കുറച്ച് റോഡേ പറയാതിരിക്കാൻ വയ്യാലേ, ഭയങ്കര മോശം. അതാ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ വളവും തിരിവും കഴിയുമ്പോഴും നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കുറേ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളായിരുന്നു കേട്ടോ. പറയാൻ തക്കതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല കോടിയും കൂടെ മൂടിയിട്ടുണ്ടായിരുന്നു, കണ്ണൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. പോയി കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു അമ്മക്കൊരങ്ങനെ കുട്ടിക്കൊരങ്ങനെ പെൻ നോക്കി കൊടുക്കുന്നു, എന്തൊക്കെയോ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ഞാൻ കുറേ നേരം അവർ ഷൂട്ട് ചെയ്തിരുന്നു. മനുഷ്യന്മാരൊക്കെ സ്നേഹമാണ് കേട്ടോ ഇവർക്ക്. എന്ത് രസമല്ലേ ഇതിങ്ങനെ കാണാൻ. ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ അവിടെ നിന്ന് കഴിക്കാൻ പറ്റാത്ത കൊണ്ട് വണ്ടി ഞങ്ങൾ കുറച്ച് ലോങ് നിർത്തിയിട്ടിട്ട് ആ വണ്ടിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ടാണ് കേട്ടോ ഐസ്ക്രീം ഒക്കെ കഴിച്ചത്. കാരണം കുരങ്ങന്മാർ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് ഞങ്ങൾ ഈ പോകുമ്പോഴത്തെ നടത്തത്തിലും വണ്ടിയിലൊക്കെ ഉള്ള സംസാരം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ബോധം കിട്ടും. അമ്മാരി സംസാരമായിരിക്കും. ഇവിടെ കാണാനൊക്കെ കുറേ അധികം ഉണ്ട് കേട്ടോ. ജെല്ലിപ്പാറ, വാട്ടർഫാൾസ്, കാറ്റാടി റിസോർട്ടുകൾ, അങ്ങനെ കുറേ അധികം സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ട് പിന്നെ ചായ കുടിക്കാൻ കയറി. കുറേ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കൂടുതൽ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യാത്തത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു. ഇനി പോരുന്നതിനിടയിൽ വേറൊരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട്. അതാ ഇത് തന്നെ, ഈ ഒരു സംഭവം ഫോട്ടോഷൂട്ട് നമുക്ക് മസ്റ്റാണ്. പക്ഷേ പോയ കൂട്ടത്തിൽ ഈ ഒരു വൈബുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ആർക്കും ഫോട്ടോസും വീഡിയോസൊന്നും അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പോരുന്നതിനിടയിൽ ഒരു വെള്ളച്ചാട്ടം കൂടെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലപോലെ കലക്കല്ല വെള്ളമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൂടുതലൊന്നും അവിടെ നിന്നില്ല, കാരണം അത് കാണാൻ വലിയ രസമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ നീനുവിനെ പിടിച്ച് വലിച്ച് ഒരു ഫോട്ടോസും കൂടെ എടുത്തു, കാരണം ആരെങ്കിലും പിടിച്ചിട്ട് ഒരു ഫോട്ടോസ് എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി എല്ലാ ടൈമിൽ പോയാലേ നമുക്ക് ഈ ഒരു തണുപ്പും കോടയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ ടൈമിൽ പോയാലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ പോയ ആ ഒരു ടൈം നല്ലൊരു ടൈമായിരുന്നു. എപ്പോൾ ഞങ്ങൾ ലോങ്ങൊക്കെ മൈസൂർ ഊട്ടിയൊക്കെ ടൂർ പോകുകയാണെങ്കിലും ചുരം എത്തുമ്പോഴേക്കും നെസ്താത്ത ഭയങ്കര ക്ഷണിച്ച് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് അതൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അട്ടപ്പാടിയിലേക്ക് വലിയ ദൂരമില്ലാത്തത് കൊണ്ട് ഇന്ന് പോയിട്ടാണ് ചുരമൊക്കെ നേരെ ഒന്ന് ആസ്വദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു നെസ്താത്ത. അപ്പോൾ നെസ്താത്ത എന്ന് പറയുന്നത് എൻ്റെ മുത്തച്ചിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ കൊടുന്നിട്ട് അവർ നേരെ തറവാട്ടിലോട്ട്. അടുത്തേക്കാണെങ്കിലും ദൂരോട്ടാണെങ്കിലും പോയി വന്നാൽ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും. ആ ഒരു കുഴക്കമാണ് കേട്ടോ സച്ചുവിൻ്റെ മുഖത്ത് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ അത്ര വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സച്ചുവാതിലൊക്കെ തുറന്ന് ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി. എവിടെ പോയി കഴിഞ്ഞാലും ഫാദിക്കുട്ടിക്ക് എന്തെങ്കിലും ഒരു ടോയ്സ് വാങ്ങിയിട്ടുണ്ടാവും. ചായക്ക് കടി വേണ്ട, കട്ട്ലേറ്റ് ഒന്നും വേണ്ട, എനിക്ക് ഈ ഒരു സംഭവം മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഇതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊന്നും മാറ്റാതെ പിന്നെ അത് അൺബോക്സ് ചെയ്യാൻ കേട്ടോ. അതാണ് പിന്നെ മസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒരു കമൻറ്റും.